ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 7-ലെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷൻ വീഡിയോ കാണാത്തവർ ആദ്യം അത് കാണണം. അതിന് ശേഷം വേണം സൊല്യൂഷൻ കാണാനായിട്ട്. ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനിലും 3 പാർട്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്താ, 1/4 ഓഫ് 1/4, അതുപോലെ തന്നെ 1/4 ഓഫ് 3/5, 1/4 ഓഫ് 4/3 ചെയ്യണം. നമ്മൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. 1/7 ഓഫ് 2/9, 6/5, 3/10 എന്ന് പറയുമ്പോൾ 1/7 ഇൻറ്റു 2/9 ചെയ്യണം, 1/7 ഇൻറ്റു 6/5 ചെയ്യാം, 1/7 ഇൻറ്റു 3/10 ചെയ്യാം. അങ്ങനെയാണത് സോൾവ് ചെയ്യേണ്ടത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് നോക്കാം നമുക്ക്. 1/4 ഓഫ് 1/4 എന്ന് പറയുമ്പോൾ ഇൻറ്റു 1/4 ആണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം കൂട്ടുകാരെ, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ന്യൂമറേറ്റർ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ 1 ഇൻറ്റു 1 ആയി. അത് കഴിഞ്ഞ് നമുക്ക് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു 4. 1 ഇൻറ്റു 1 ഈസ് 1, 4 ഇൻറ്റു 4 ഈസ് 16. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത പാർട്ട് നോക്കാം. 1/4 ഇൻറ്റു 3/5. ഇതെങ്ങനെ എഴുതാം? 1 ഇൻറ്റു 3, അതാണ് ന്യൂമറേറ്റർ അല്ലേ. അത് കഴിഞ്ഞ് 4 ഇൻറ്റു 5. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 3 ഈസ് 3, 4 ഇൻറ്റു 5 ഈസ് 20. അടുത്ത പാർട്ട് നോക്കാം നമുക്ക്. 1/4 ഇൻറ്റു 4/3. ഇതെങ്ങനെ ചെയ്യാം? 1 ഇൻറ്റു 4 എഴുതാം. അത് കഴിഞ്ഞ് 4 ഇൻറ്റു 3 എഴുതാം. 1 ഇൻറ്റു 4 4 ആണ്, 4 ഇൻറ്റു 3 12 ആണ്, 4/12. ഇതിന് നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനായിട്ട് എന്ത് ചെയ്യാം? രണ്ടും ഈവൻ നമ്പറാണ്, 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. 4-ൽ 2 2 ടൈംസ്, 12-ൽ 2 6 ടൈംസ്, 2/6 എന്നാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഇതിനെ വീണ്ടും നമുക്ക് ഒന്നുകൂടെ സിംപ്ലസ്റ്റ് ഫോമിലാക്കാം. രണ്ടും ഈവൻ നമ്പറാണ്. 2-ൽ 2 1 ടൈം, 6-ൽ 2 3 ടൈംസ്. അപ്പോൾ ആൻസർ 1/3 എന്ന് കിട്ടി. ഇനി കൂട്ടുകാരെ, ഇതിൽ വേറൊരു ഈസി മെത്തേഡും കൂടെ ഉണ്ട്. 1/4 ഇൻറ്റു 4/3 ആയിരുന്നല്ലോ നമുക്കുണ്ടായിരുന്നത്. നമുക്ക് ഈ 4ഉം 4ഉം ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഡയഗണലിയും സെയിം നമ്പേഴ്സ് വന്നാൽ കട്ട് ചെയ്യാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നാലും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോക്കൂ, നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ ഒന്ന് ന്യൂമറേറ്ററിലും ഒന്ന് ഡിനോമിനേറ്ററിലും വന്നപ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഈ 1ഉം ഈ 3ഉം മാത്രം എഴുതി കൊടുത്താൽ മതി. 1/3 എന്ന് ആൻസർ കിട്ടി. ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ നോക്കൂ കൂട്ടുകാരെ, നമുക്ക് കിട്ടിയത് 1/2 ഇൻറ്റു 2/5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് 1/5 എന്ന് ആൻസർ എഴുതാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. വേറൊരു രീതിയിൽ വരികയാണെങ്കിൽ 1/2 ഇൻറ്റു 4/5 ആണെന്ന് കരുതാം. ഇപ്പം നമുക്ക് ഈ 2ഉം 4ഉം ഡിവിസിബിൾ ബൈ 2 ആണല്ലേ. ഇവിടെ നമുക്ക് ഇതിനൊന്ന് സിംപ്ലസ്റ്റ് ഫോമിലാക്കാൻ ഇവിടെ വെച്ച് തന്നെ പറ്റും. 4-ൽ 2 2 ടൈംസ്, 2-ൽ 2 1 ടൈം. അപ്പോൾ 1 ഇൻറ്റു 2 2, 1 ഇൻറ്റു 5 5. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലാക്കാൻ ഡയഗണലിയും നോക്കാം, സ്ട്രെയിറ്റും നോക്കാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും താഴെയുള്ള 2 നമ്പറുകൾ തമ്മിൽ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. എപ്പോഴും അത് മൾട്ടിപ്ലൈ ചെയ്താണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ മേലുള്ള 2 നമ്പറുകൾ, അതായത് ന്യൂമറേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, ഡിനോമിനേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. മനസ്സിലായില്ലേ കൂട്ടുകാരെ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. സെയിം തന്നെയാണ്, വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ഈ എക്സസൈസിൽ വന്നിട്ടുള്ളത്. 1/7 ഓഫ് 2/9, അതായത് 1/7 ഇൻറ്റു 2/9 എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2/7 ഇൻറ്റു 9. 1 ഇൻറ്റു 2 2 തന്നെയാണ്, 7 ഇൻറ്റു 9 63 ആണ് അല്ലേ. ഇവിടെ നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലാക്കാനൊന്നും പറ്റില്ല കൂട്ടുകാരെ. ഞാൻ ഡിവിസിബിലിറ്റി റൂൾസ് നമ്പർ 10 വരെ ഉള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ബാക്കി നമ്പേഴ്സും കൂടി എടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും അതൊക്കെ കാണണം. നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഡിവിസിബിലിറ്റി റൂൾസ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1/7 ഇൻറ്റു 6/5. 1 into 6 by 7 into 5.
1 into 6 is 6, 7 into 5 is 35. അടുത്തത് 1 by 7 into 3 by 10. 1 into 3 by 7 into 10. 1 into 3 is 3 by 7 into 10 is 70. ഇതാണ് കേട്ടോ കൂട്ടുകാരെ ഇതിൻ്റെ സൊല്യൂഷൻ. എല്ലാവർക്കും മനസ്സിലായല്ലോ? ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ കൂട്ടുകാരെ? സെക്കൻഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ ആൻഡ് റെഡ്യൂസ് ടു ലോവസ്റ്റ് ഫോം ഇഫ് പോസിബിൾ. അതായത് ഇവിടെ തന്നിട്ടുള്ള ഈ ഫ്രാക്ഷൻസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. 2/3 ഇൻറ്റു 2/3 ഇങ്ങനെ മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2/3 ഇൻറ്റു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ എന്ത് ചെയ്യണം? 2 into 3 is 6, 6 plus 2 is 8/3. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 8/3 into 3. 2 into 8 is 16, 3/3 is 9. ഇത് നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലാക്കാൻ കട്ട് ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് നമുക്ക് മിക്സ് ഫ്രാക്ഷനിലോട്ടാക്കി എഴുതാം കേട്ടോ. 16 divided by 9. 1 into 9 is 9. 16 minus 9 is 7. 1 7/9. എങ്ങനെയാണ് മിക്സ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിൻ്റെയൊക്കെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മുന്നേയുള്ള വീഡിയോസൊക്കെ കണ്ടാലും മനസ്സിലാവും കേട്ടോ കൂട്ടുകാരെ. ഇതിൻ്റെ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷൻ വീഡിയോ കണ്ടാൽ മതി. 2/7 ഇൻറ്റു 7/9. ഇങ്ങനെ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും 7 ഉണ്ട് അല്ലേ? ഈ 2 7 നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം 2/9 എന്ന ആൻസർ എഴുതാം കേട്ടോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം കൂട്ടുകാരെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3/8 ഇൻറ്റു 6/4. ഇവിടെ നമുക്ക് 6ഉം 4ഉം ഈവൺ നമ്പേഴ്സാണ്. വേണമെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് സിംപ്ലസ്റ്റ് ഫോമിലാക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ 8ഉം 6ഉം കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് 6ൽ 2 3 ടൈംസ്, 8ൽ 2 4 ടൈംസ്. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 3/4 into 4. 3 into 3 is 9. 4 into 4 is 16. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9/5 into 3/5. ഇവിടെ നമുക്ക് കോമൺ ആയിട്ടൊന്നും കണ്ടില്ല അല്ലേ? കട്ട് ചെയ്യാനായിട്ടൊന്നും കാണുന്നില്ല ഇവിടെ. അപ്പോൾ നമുക്ക് 9 into 3 27/5 into 5 is 25. ഇങ്ങനെ എഴുതി കൊടുക്കാം അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1/3 ഇൻറ്റു 15/8. ഇതിൽ നോക്കൂ കൂട്ടുകാരെ, ഇവിടെ 3ഉം 15ഉം 3യുടെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? നമുക്കത് രണ്ടും കൂടെ കട്ട് ചെയ്യാലോ. 15ൽ 3 5 ടൈംസ് ആണ്. 3ൽ 3 1 ടൈം. ഇനി 1 into 5 is 5. 1 into 8 is 8. 5/8 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് 6th ക്വസ്റ്റ്യൻ നോക്കാം. 11/2 into 3/10. 11 into 3 is 33/2 into 10 is 20. ഇത് സിംപ്ലസ്റ്റ് ഫോം ഒന്നും ആക്കാൻ പറ്റില്ല അല്ലേ? ഡിവിസിബിലിറ്റി റൂളൊക്കെ ഞാൻ ഇതിന് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരൊക്കെ കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ നമ്പേഴ്സ് കാണുമ്പോൾ സിംപ്ലസ്റ്റ് ഫോമിലാക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ മനസ്സിലാവും. എല്ലാവരും കാണുമല്ലോ. ഇനി നമുക്ക് 7th one നോക്കാം. 4/5 into 12/7. ഇവിടെ നമുക്കൊന്നും കട്ട് ചെയ്ത് ചെറുതാക്കാനൊന്നും പറ്റില്ല. 12 into 4 48 ആണ്. 5 into 7 is 35. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നതെല്ലാം. എല്ലാവർക്കും മനസ്സിലായല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഇൻട്രഡക്ഷൻ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഇൻട്രഡക്ഷൻ വീഡിയോ കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എല്ലാം ലിങ്ക് കൊടുക്കുന്നതാണ്. 3rd ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം കേട്ടോ. മൾട്ടിപ്ലൈ ദ ഫോളോയിങ് ഫ്രാക്ഷൻസ്. ഇവിടെ തന്നിട്ടുള്ള ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഓരോന്നായിട്ട് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2/5 ഇൻറ്റു 5 1/4. 2/5 എഴുതുന്നു. ഇത് മിക്സ് ഫ്രാക്ഷൻ ആണ്. അതിനെ നമുക്ക് നോർമൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതണം. 5 into 4 20. 20 plus 1 is 21 by ഈ ഡിനോമിനേറ്റർ തന്നെ എഴുതി കൊടുക്കുക. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 21 42 by 5 into 4 is 20. ഇനി ഇതിനെ നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലാക്കാം. 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈം, 2ൽ 2 1,
0. ഇപ്പോൾ നമുക്ക് 21/10 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് ഇവിടെ മിക്സ് ഫ്രാക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ആൻസർ നമുക്ക് മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് തന്നെ കൊടുക്കാം. 21നെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 2 10s are 20. 1 minus 0 is 1. 2 minus 2 is 0. അപ്പോൾ ഇത് നമുക്ക് ഹോൾ നമ്പറായിട്ട് ഇവിടെ എഴുതാം. 1/10. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി സെക്കൻഡ് പാർട്ട് നോക്കാം. 6 2/5 ഇൻറ്റു 7/9. ഇതും അതുപോലെ തന്നെ മിക്സ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് എഴുതാം നമുക്ക്. 6 5s are 30. 30 plus 2 is 32/5 ഇൻറ്റു 7/9. ഇനി നമുക്ക് 32 ഇൻറ്റു 7 എത്രയാണെന്ന് നോക്കാം. 32 ഇൻറ്റു 7. 7 3s are 21. 21 plus 1 is 22. 224/9. 5s are 45. 224/45 ആണല്ലോ കിട്ടിയിട്ടുള്ളത്. മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാനായിട്ട് അതിനൊന്ന് ഡിവൈഡ് ചെയ്യാം. 224/45 ആണ്. 45നെ ഒന്ന് 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 5 5s are 25. 5 here, 2 up. 4 5s are 20. 20 plus 2 is 22. 225 എന്നാണ് കിട്ടിയത്. നമുക്കിവിടെ 224 ഉള്ളൂ. അപ്പോൾ നമുക്ക് 4 ആയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 45 ഇൻറ്റു 4. 5 4s are 20. 0 here, 2 up. 4 4s are 16. 16 plus 2 is 18. 180 എന്ന് കിട്ടിയിട്ടുണ്ട്. 4 45s are 180. 4 minus 0 is 4. 2 minus 8 is not possible. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ബോറോ ചെയ്യാം. ഇത് 12ഉം ഇത് 1ഉം ആയി മാറി. 12 minus 8 is 4. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ മിക്സ് ഫ്രാക്ഷനായിട്ട് എഴുതി കൊടുക്കാം നമുക്ക്. ഹോൾ നമ്പർ 4 ആണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ 44/45. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണ കൂട്ടുകാരെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3/2 ഇൻറ്റു 5 1/3. 3/2. ഈ 5 1/3നെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റാം. 5 ഇൻറ്റു 3 is 15. 15 plus 1 is 16. 16/3. ഇവിടെ 3യും 3യും ക്യാൻസൽ ആവും. അത് കഴിഞ്ഞാൽ നമുക്ക് 16/2 ആണുള്ളത്. ഇതിനെ നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാം. 16ൽ 2 8 times. 2 1 time. അപ്പോൾ നമ്മുടെ ആൻസർ 8 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5/6 ഇൻറ്റു 2 3/7. 5/6 ഇൻറ്റു മിക്സ് ഫ്രാക്ഷന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 2 ഇൻറ്റു 7 14. 14 plus 3 is 17. 17/7. 5 ഇൻറ്റു 17 എത്രയാണെന്ന് നോക്കാം. 7 5s are 35. 5 here, 3 up. 1 5 is 5. 5 plus 3 is 8. 85/6 ഇൻറ്റു 7 is 42. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 85 ഡിവൈഡഡ് ബൈ 42. 42 ഇൻറ്റു 2 നോക്കാം. 2 ഇൻറ്റു 2 is 4. 4 ഇൻറ്റു 2 is 8. 84 എന്ന് കിട്ടിയിട്ടുണ്ട്. 2 ഇൻറ്റു 42 is 84. 5 minus 4 is 1. 8 minus 8 is 0. ആൻസർ 2 1/42. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 2/5 ഇൻറ്റു 4/7. ഈ മിക്സ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കാം. 3 ഇൻറ്റു 5 is 15. 15 plus 2 is 17/5 ഇൻറ്റു 4/7. 17 ഇൻറ്റു 4. 7 ഇൻറ്റു 4 is 28. 8 here, 2 up. 1 ഇൻറ്റു 4 is 4. 4 plus 2 is 6. 68/5 ഇൻറ്റു 7 is 35. ഇനി നമുക്ക് 68 ഡിവൈഡഡ് ബൈ 35 ചെയ്ത് നോക്കാം. 35 ഇൻറ്റു 2. 5 2s are 10. 0 here, 1 up. 3 into 2 is 6. 6 plus 1 is 7. 70. നമ്മുടെ കയ്യിൽ 68 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 എടുക്കാൻ പറ്റില്ല. 1 തന്നെ എടുക്കാം. 135 is 35. 8 minus 5 is 3. 6 minus 3 is 3. അപ്പോൾ നമ്മുടെ ആൻസർ 133/35 എന്നാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 3/5 ഇൻറ്റു 3. 2 into 5 is 10. 10 plus 3 is 13/5 into 3. 13 into 3. 3 into 3 is 9. 1 into 3 is 3. 39/5 എന്ന് കിട്ടി.
ഇനി 39 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 7 5s are 35, 4 ബാലൻസ്. അപ്പോൾ നമ്മുടെ ആൻസർ 7 4/5 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 3 4/7 into 3/5. 3 into 7 is 21. 21 plus 4 is 25/7 into 3/5. ഈ 25ഉം 5ഉം കൂടെ കട്ട് ചെയ്യാലോ. 25ൽ 5 5 ടൈംസ്, 5ൽ 5 1 ടൈം. 5 into 3 15/7. 15നെ നമുക്ക് 7 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 2 7s are 14. 5 minus 4 is 1. നമ്മുടെ ആൻസർ 2 1/7 എന്നാണ് കേട്ടോ. 4th ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് വിച്ച് ഈസ് ഗ്രേറ്റർ 2/7 ഓഫ് 3/4 ഓർ 3/5 ഓഫ് 5/8. ഇതിൽ ഏതാണ് ഗ്രേറ്റർ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിനായിട്ട് ആദ്യം നമ്മൾ 2/7 3/4 ആയിട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ എഴുതണം. അത് കഴിഞ്ഞിട്ട് 3/5 5/8 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ആൻസറും എഴുതണം. ആ രണ്ട് ആൻസറുകൾ തമ്മിൽ കമ്പയർ ചെയ്യണം നമ്മൾ. അപ്പോഴാണ് നമുക്ക് ഇതിൽ ഏതാണ് ഗ്രേറ്റർ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ചെയ്ത് നോക്കാം. 2/7 into 3/4. ഇതിൽ നമുക്ക് 2ഉം 4ഉം കൂടെ ഒന്ന് കട്ട് ചെയ്യാം. 2ൽ 2 1 ടൈം, 4ൽ 2 2 ടൈംസ്. 1 into 3 is 3 and 7 into 2 is 14. ഇനി നമുക്ക് 3/5 into 5/8 നോക്കാം. ഇവിടെ 5ഉം 5ഉം കട്ട് ചെയ്യാൻ നമുക്ക് 3/8 എന്ന് ആൻസർ കിട്ടുന്നു. 3/14 ആൻഡ് 3/8 ഇതാണ് നമുക്ക് കിട്ടിയ രണ്ട് ആൻസറുകൾ. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് വേണം വിച്ച് ഈസ് ഗ്രേറ്റർ എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാം. അതിനായിട്ട് 14ൻ്റെയും 8ൻ്റെയും LCM കാണാം. 7 4. ഇനി 4 ആയിട്ട് 7 1. ഇനി 7ആയിട്ട് 1 1. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 4 is 8. 8 into 7 is 56. അപ്പോൾ ഇതിൻ്റെ LCM 56 ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്ററുകൾ 56 ആക്കണം. അതിനായിട്ട് നമുക്ക് 3/14 into 4 into 4 ചെയ്യാം ഇവിടെ. അപ്പോൾ 3 into 4 is 12/56 എന്ന് കിട്ടും. അടുത്തത് 3/8 ആണ്. 8 into 7 is 56. അപ്പോൾ ഇവിടെ 7 ആയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 7 is 21/8 into 7 is 56. ഇനി ഇതിൽ രണ്ടിലും ഏതാണ് വലുതെന്ന് നമുക്ക് നോക്കാം. 12/56 and 21/56. 12/56 ആണോ 21/56 ആണോ? ഏതാണ് ഗ്രേറ്റർ നമ്പർ? 21/56 ആണ് അല്ലേ. അപ്പോൾ 21/56 ഈസ് ഗ്രേറ്റർ ദാൻ 12/56 എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ നമ്മുടെ ആൻസർ ഫൈനലി നമ്മൾ എങ്ങനെ എഴുതണം? ഈ 21/56 നമ്മൾ 3/5 ഓഫ് 5/8 ചെയ്തപ്പോഴാണല്ലോ കിട്ടിയത്. അപ്പോൾ അതാണല്ലോ ഗ്രേറ്റർ നമ്പർ. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ ഇങ്ങനെ എഴുതാം. ഹെൻസ് 3/5 ഓഫ് 5/8 ഈസ് ഗ്രേറ്റർ ദാൻ 2/7 ഓഫ് 3/4. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ കേട്ടോ. എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മളത് സോൾവ് ചെയ്തതെന്ന്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ 1/2 ഓഫ് 6/7 ഓർ 2/3 ഓഫ് 3/7. അപ്പോൾ 1/2 into 6/7 ആദ്യം ചെയ്യാം. 2ഉം 6ഉം കട്ട് ചെയ്യാം നമുക്ക്. 2ൽ 2 1 ടൈം, 6ൽ 2 3 ടൈംസ്. 1 into 3 is 3. 1 into 7 is 7. അതുപോലെ തന്നെ 2/3 into 3/7 ചെയ്യാം. 3ഉം 3ഉം കട്ട് ചെയ്യാം. 2/7 എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 3/7 ആൻഡ് 2/7 ആണ്. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് ഗ്രേറ്റർ എന്ന് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. 3/7 ആണ്. 3/7 ഈസ് ഗ്രേറ്റർ ദാൻ 2/7. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? Hence 1/2 of 6/7 is greater than 2/3 of 3/7. കൂട്ടുകാരെല്ലാവർക്കും മനസ്സിലായല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. 5th ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇതൊരു വേർഡ് പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. Sally plants 4 saplings in a row in her garden. The distance between 2 adjacent saplings is 3/4 meter. Find the distance between the first and the last sapling. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതെന്ന് കറക്റ്റ് മനസ്സിലാക്കാം. Sally plants 4 saplings in a row.
ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് സാപ്ലിങ്സ് ഈസ് 3/4. അപ്പോൾ നമുക്ക് അതൊന്ന് ഒരു ലൈനിൽ വരച്ചു നോക്കാം. ഒരു റോയിൽ സെയിലി 4 പ്ലാന്റ്സ് ആണ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡിസ്റ്റൻസ് 3/4 മീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് പ്ലാന്റ്, ഇത് സെക്കൻഡ് പ്ലാന്റ്, ഇത് തേർഡ് പ്ലാന്റ്, ഇത് ഫോർത്ത് പ്ലാന്റ്. ഇവരുടെ ഓരോരുത്തരുടെയും ഡിസ്റ്റൻസ് 3/4 ആണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് സാപ്ലിംഗ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഫസ്റ്റും ലാസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3/4 + 3/4 + 3/4 ചെയ്താലും ഡിസ്റ്റൻസ് കിട്ടും. ഓരോന്നും 3/4 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളതെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3/4 + 3/4 + 3/4 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നു 9/4 എന്ന. പക്ഷേ ഇങ്ങനെ നമ്മുടെ അടുത്ത് കുറേ നമ്പറുകൾ തന്നിട്ടുണ്ടെങ്കിലോ, കുറേ പ്ലാന്റ്സും ഒക്കെ ഉണ്ടെങ്കിലോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര ഗ്യാപ്സ് ഉണ്ട്, എത്ര പ്ലാന്റ്സ് ഉണ്ട്, എത്ര ഗ്യാപ്സ് ഉണ്ട് എന്ന് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ഇവിടെ മുതൽ ഇങ്ങോട്ട് ഒരു ഗ്യാപ്പ് 3/4ൻ്റെ, ഇങ്ങോട്ടൊരു ഗ്യാപ്പ് 3/4ൻ്റെ, ഇങ്ങോട്ടൊരു ഗ്യാപ്പ് 3/4ൻ്റെ. 3 ഗ്യാപ്സ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ 3 × 3/4 മതിയല്ലോ. 3 × 3 ഈസ് 9/4. മനസ്സിലായോ എൻ്റെ കൂട്ടുകാർക്ക് ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന്? 3/4 മീറ്റർ ഡിസ്റ്റൻസിൽ എത്ര ഗ്യാപ്പുകൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കി. അപ്പോൾ ഇത് ഫസ്റ്റ് ഗ്യാപ്പ്, ഇത് സെക്കൻഡ് ഗ്യാപ്പ്, ഇത് തേർഡ് ഗ്യാപ്പ്. അപ്പോൾ ആ 3/4നെ നമ്മൾ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സോൾവ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്പർ ഓഫ് സാപ്ലിങ്സ് 4. അത് കഴിഞ്ഞ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് സാപ്ലിങ്സ്. ഈ 2 സാപ്ലിങ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 3/4 ആണ്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് സാപ്ലിംഗ്. അപ്പോൾ എത്ര ഗ്യാപ്പുകൾ ഉണ്ടോ എന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് വേണം എഴുതാൻ. ഈ 4 എടുത്തിട്ട് 4 × 3/4 എന്ന് എഴുതാൻ പാടില്ല. കാരണം ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്ലാന്റും സെക്കൻഡ് പ്ലാന്റും തമ്മിൽ 3/4 ഡിസ്റ്റൻസ് ഉണ്ട്. സെക്കൻഡും തേർഡും കൂടെ 3/4 ഡിസ്റ്റൻസ് ഉണ്ട്. തേർഡും ഫോർത്തും കൂടെ 3/4 ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 3 × 3/4 ആണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ആരും ചെയ്യരുത് കേട്ടോ. 4 × 3/4 എന്ന് എഴുതി വെക്കരുത്. അപ്പോൾ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോവും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 3 × 3 ഈസ് 9/4. ഇനി ഇതിനെ മിക്സ് ഫ്രാക്ഷനിലുള്ള ആൻസറായിട്ട് എഴുതാം നമുക്ക്. 9 ÷ 4. 2 4s are 8. 9 - 8 is 1. 2 1/4. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കണം. 6th ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇതും ഒരു വേർഡ് പ്രോബ്ലം തന്നെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. Lipika reads a book for 1 3/4 hours every day. She reads the entire book in 6 days. How many hours in all were required by her to read the book? ലിപിക ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി 1 3/4 hours വായിക്കുന്നുണ്ട്. അങ്ങനെ 6 days വായിച്ചപ്പോൾ ബുക്ക് വായിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എത്ര അവേഴ്സ് വേണ്ടി വന്നു ഈ ബുക്ക് വായിച്ചു തീർക്കാനായിട്ട്? അതാണ് ക്വസ്റ്റ്യൻ. ഇൻ 1 day ലിപിക നീഡ്സ് ഹൗ മെനി അവേഴ്സ്? 1 3/4 hours. In 6 days ലിപിക വിൽ നീഡ് 6 × 1 3/4 hours. നമുക്കിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 6 × ഈ മിക്സ് ഫ്രാക്ഷനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 1 × 4 is 4. 4 + 3 is 7/4. ഇനി ഈ 6ഉം 4ഉം കൂടെ കട്ട് ചെയ്യാം. 6 ൽ 2 3 times. 4 ൽ 2 2 times. 3 × 7 is 21/2. ഇനി നമുക്ക് ഇതിനെ വീണ്ടും മിക്സ് ഫ്രാക്ഷനിലോട്ട് മാറ്റാം. 21 ÷ 2. 2 ൽ 2 1 time. 1 × 2 is 2. 2 - 2 is 0. ഈ 1 താഴേക്ക് വരുന്നു. 1 ൽ 2 ഇല്ല. അപ്പോൾ നമുക്കിവിടെ 0 കൊടുക്കാം. 10 1/2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഹെൻസ് ദ റിക്വയർഡ് അവേഴ്സ് ഈക്വൽസ് ടു 10 1/2 hours. ഇതാണ് ആൻസർ. മനസ്സിലായോ കൂട്ടുകാരെ നമ്മൾ എന്താ ചെയ്തതെന്ന്? ലിപിക ഒരു ദിവസം 1 3/4 hours വായിക്കുമായിരുന്നു. അങ്ങനെ ആ ബുക്ക് കംപ്ലീറ്റ് ആവാൻ 6 days എടുത്തു. അപ്പോൾ എത്ര അവേഴ്സ് എടുത്താണ് ആ ബുക്ക് വായിച്ചു തീർത്തത്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ആ നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു അവേഴ്സ് ടേക്കൺ ടു റീഡ് എവറി ഡേ.
അത് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. എല്ലാവർക്കും മനസ്സിലായാൽ ഈസി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. 7th ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. A car runs 16 km using 1 liter of petrol. How much distance will it cover using 2 3/4 liters of petrol? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ശരിയായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ആൻസർ എഴുതാൻ തുടങ്ങാം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു കാറ് 1 ലിറ്റർ ഓഫ് പെട്രോൾ യൂസ് ചെയ്തിട്ട് 16 കിലോമീറ്റർ റൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 3/4 ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ യൂസ് ചെയ്തിട്ട് എത്ര കിലോമീറ്റർ റൺ ചെയ്യാൻ പറ്റും? ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഇൻ 1 liter of petrol, the car covers 16 kilometers. In 2 3/4 liters of petrol, the car will cover the distance of 16 into 2 3/4. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാലോ. 16 into 2 into 4 8. 8 plus 3 is 11/4. 16 into 11 എത്രയാണെന്ന് നോക്കാം. 1 into 6 is 6. 1 into 1 is 1. 1 into 6 is 6. 1 into 1 is 1. 6. 6 plus 1 7. 176. 176/4. ഇനി ഇതിനെ നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലാക്കാം. 2 ആയിട്ട് കട്ട് ചെയ്യാം. 17ൽ 2 8 ടൈംസ് 1 ബാലൻസ്. 16ൽ 2 8 ടൈംസ്. 4ൽ 2 2 ടൈംസ്. നമുക്ക് 88/2 എന്ന് കിട്ടിയിട്ടുണ്ട്. വീണ്ടും അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 8ൽ 2 4 ടൈംസ്. 8ൽ 2 4 ടൈംസ്. 2ൽ 2 1 ടൈം. നമ്മുടെ ആൻസർ 44 എന്നാണ്. ഹെൻസ് ദ റിക്വയർഡ് ഡിസ്റ്റൻസ് ഈക്വൽസ് ടു 44 കിലോമീറ്റർ എന്ന് എഴുതാം. നമുക്ക് ഇവിടെ എന്തായിരുന്നു പറഞ്ഞത്? ഒരു കാറ് 1 ലിറ്റർ ഓഫ് പെട്രോൾ യൂസ് ചെയ്തിട്ട് 16 കിലോമീറ്റർ റൺ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 2 3/4 ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ യൂസ് ചെയ്തിട്ട് എത്ര കിലോമീറ്റർ റൺ ചെയ്യും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. 44 കിലോമീറ്റർ എന്ന നമുക്ക് ആൻസർ കിട്ടി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. 8th ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. പ്രൊവൈഡ് ദ നമ്പർ ഇൻ ദ ബോക്സ് സച്ച് ദാറ്റ് 2/3 ഇൻറ്റു ഒരു ബോക്സ് തന്നിട്ടുണ്ട് നമുക്ക്, എന്നിട്ട് 10/30 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2/3നെ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 10/30 എന്ന ആൻസർ കിട്ടുന്നത് എന്നാണ് നോക്കേണ്ടത്. 2 ഇൻറ്റു എത്രയാണ്? 10. 2 ഇൻറ്റു 5 ആണ് അല്ലേ. 3 ഇൻറ്റു എത്രയായിരിക്കും 30 എന്ന് കിട്ടുന്നത്? 3 ഇൻറ്റു 10. ഇനി നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 10നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 10 / 2. അപ്പോൾ 10ൽ 2 5 ടൈംസ്. 2ൽ 2 1 ടൈം. അപ്പോൾ നമുക്ക് ഈ 5 കിട്ടിയല്ലോ. ഇനി 30യെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 30/3. അപ്പോൾ 3ൽ 3 1 ടൈം 0. ഈ 3ൽ 3 1 ടൈം. ഈ 10 കിട്ടി. അങ്ങനെ നമുക്ക് 2 ഇൻറ്റു 5 = 10 അങ്ങനെ നോക്കാം. അതല്ലെങ്കിൽ ഈ 10നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടുത്തെ ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മളടുത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ വേറൊരു പാർട്ട് കൂടെ ഉണ്ട്. ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ദ നമ്പർ ഒബ്റ്റൈൻഡ് ഇൻ ദ ബോക്സ് ഈസ് ഡാഷ്. അപ്പോൾ ബോക്സിൽ തന്നിട്ടുള്ളത് എന്താണ്? 5/10 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്താ? 5ൽ 5 1 ടൈം. 10ൽ 5 2 ടൈംസ്. 1/2. ഇതാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊവൈഡ് ദ നമ്പർ ഇൻ ദ ബോക്സ് സച്ച് ദാറ്റ് 3/5 ഇൻറ്റു സംതിങ് ഈക്വൽസ് ടു 24/75. നമുക്ക് നോക്കാം. 3 ഇൻറ്റു എത്രയായിരിക്കും? 24. 3 ഇൻറ്റു 8 അല്ലേ 24. അത് എഴുതി കൊടുക്കാം. 5 ഇൻറ്റു എത്രയായിരിക്കും? 75. 5 ഇൻറ്റു 15 ആണ് 75. ഇനി നമുക്ക് അതൊന്നും പെട്ടെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? 24നെ ഈ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എഴുതാം. 24ൽ 3 8 ടൈംസ്. 3ൽ 3 1 ടൈം. 8 എന്ന് കിട്ടും. ആ 8 ആണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി 75നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 7ൽ 5 1 ടൈം. 2 ബാലൻസ്. 25ൽ 5 5 ടൈംസ്. 5ൽ 5 1 ടൈം. അപ്പോൾ നമുക്ക് 15 എന്ന് കിട്ടി. ആ 15 ആണല്ലോ ഇവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെയും ചെയ്യാം. ഇനി ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ദ നമ്പർ ഒബ്റ്റൈൻഡ് ഇൻ ദ ബോക്സ് ഈസ് വാട്ട്? ബോക്സിൽ കിട്ടിയ നമ്പർ എത്രയായിരുന്നു? 8/15 ആയിരുന്നു.
അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം 8/15 തന്നെയാണ്. ഇനി സിംപ്ലസ്റ്റ് ഫോമൊന്നും വേറെ ഇല്ല എഴുതാനായിട്ട്. അപ്പോൾ അത് തന്നെ എഴുതി കൊടുക്കാം. ഇത്രയുള്ള കൂട്ടുകാരെ, ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരുടെ അടുത്തും നമ്മുടെ വീഡിയോനെ കുറിച്ച് പറയണം. ഇതിന് മുന്നുള്ള സൊല്യൂഷൻ വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കാണണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.